ജൊഹാൻസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയുള്ള ഫോക്കസ് ഉള്ള ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള 3 സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതിന്. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതാണ്. വെൽക്കം ടു മൈ ചാനൽ. ഫോക്കസ് ചെയ്യുക. അത് സ്കൂളോ കോളേജോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറോ എന്തും തന്നെ ആവട്ടെ, വിജയത്തിലേക്കുള്ള ആ ഒരു ഓട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും ആഴ്ചയിൽ 7 ദിവസവും ഒരേ 24 മണിക്കൂറും തന്നെയാണുള്ളത്. വിജയിക്കുന്ന ആളുകൾ എല്ലാവരും ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളല്ല. അവരുടെ ജോലിയുടെ ഏറ്റവും കുറഞ്ഞ മിനിറ്റിൽ പരമാവധി ഫോക്കസ് നിലനിർത്താൻ കഴിയുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പണം സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫോക്കസ് തകർക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരിടത്ത് തുടരുക, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഒരു സമയം ഒരേ ഒരു ചിന്തയിൽ, ഒരു ജോലിയിൽ, ഒരു സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫോക്കസിൻ്റെ ശത്രുക്കൾ നിങ്ങളിലേക്ക് കയറി വരും. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകളും ആശങ്കകളും ഉണ്ട്. ജോലിയിലുള്ള സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അരക്ഷിതാവസ്ഥ, ഈ വേദനകളും ആശങ്കകളും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയിൽ അവർ നിങ്ങളെ അടിസ്ഥാനരഹിതമാകും. നിങ്ങൾ കൂടുതൽ അടിത്തറയുള്ളവരാണെങ്കിൽ ഒരിടത്ത് തുടരുവാനുള്ള നിങ്ങളുടെ കഴിവ് ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതിനാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആദ്യം നിങ്ങൾ ഗ്രൗണ്ടിങ്ങിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ഗ്രൗണ്ടിങ് എങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്? അതിന് നിങ്ങൾ ഒന്നാമതായി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് ദിനചര്യ പിന്തുടരേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ശരീരം ചലിപ്പിക്കുന്നതിനാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വേണ്ടത്ര പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളിൽ ഊർജം അവശേഷിക്കും. അധിക ഊർജം നിങ്ങളെ അടിസ്ഥാനം രഹിതമാക്കുകയും നിങ്ങളുടെ ശരീരത്തെ അല്പം ക്ഷീണിപ്പിക്കുകയും ചെയ്യും. ഈ പുറത്തുവിടുന്ന ഹോർമോണുകളും നിങ്ങളുടെ ഉള്ളിൽ സന്തുലിതമായ ഊർജവും നിങ്ങളുടെ മനസ്സിനെ വളരെ മൂർച്ചയുള്ളതാക്കും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കഴിക്കുന്ന എല്ലാത്തിൻ്റെയും ശേഖരണമാണ് നിങ്ങളുടെ ശരീരം. നൂറ്റാണ്ടുകളായിട്ട് ശുദ്ധമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗുഹാമനുഷ്യരിൽ നിന്നാണ് നമ്മൾ പരിണാമം സംഭവിച്ച് ഈ ഒരു രൂപത്തിലായിരിക്കുന്നത്. കഴിഞ്ഞൊരു 100 മുതൽ 200 വർഷങ്ങളുടെ ഇടയിലാണ് നമ്മളുടെ ഭക്ഷണശീലങ്ങളിൽ ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ പാക്ഡ് ഫുഡ് നിറച്ച് അതിൽ വിഷമാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ അഡിക്റ്റീവുകളും സംസ്കരിച്ച പഞ്ചസാരയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ അടിസ്ഥാനരഹിതമായിട്ട് അനുഭവപ്പെടും. അതിനാൽ വിവേകത്തോടെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്ന് നിങ്ങളുടെ മാനസിക അവസ്ഥയിൽ വരുന്ന മാറ്റത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ശ്രദ്ധിച്ചു നോക്കുക ആ ഒരു ചേഞ്ചസ്. അപ്പം മൂന്നാമത്തേതും അവസാനത്തേതുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളുടെ മനസ്സിൻ്റെ പേശികൾ നിങ്ങൾ ശക്തമാക്കുക എന്നതാണ്. അത് നിങ്ങളെ വളരെ ശക്തമാക്കിയെടുക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കൈകാലുകൾ പോലെ തന്നെയാണ്. നമ്മുടെ കൈകാലുകളുടെ പേശികൾ നമ്മൾ എങ്ങനെയാണ് ജിമ്മിൽ പോയിട്ട് ശക്തമാക്കി എടുക്കുന്നത്, അതേപോലെ മനസ്സിൻ്റെ പേശികളെ നമ്മൾ പരിശീലിപ്പിച്ച് വളരെ ശക്തമാക്കി എടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനെ നിലത്തുറപ്പിക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം. ശക്തമായി നമ്മൾ നമ്മുടെ മനസ്സിനെ ശക്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ശ്വാസം അടിസ്ഥാനമാക്കിയുള്ള ഒരു ധ്യാനമാണ്. നിങ്ങളുടെ പുറം നിവർന്നിരുന്നുകൊണ്ട് വളരെ സുഖമായിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സ് അലഞ്ഞ് തിരിഞ്ഞു നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അത് സാധാരണമാണ്. നിങ്ങളുടെ ശ്വസനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരികെ കൊണ്ടുവരണം, അത്രമാത്രം. അവിടെയാണ് നിങ്ങളുടെ ഈ ഫോക്കസ് മനസ്സിൽ പ്രവർത്തിക്കേണ്ടത്. ഒരു ചിന്തയിലേക്ക്, ഒരേ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സിനെ മടങ്ങി വരാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിച്ചെടുക്കണം. നിങ്ങളുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ കരിയർ ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങളുടെ ഈ ധ്യാനം, നിങ്ങളുടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ വളരെ ആവശ്യകതയുണ്ട്. ഫോക്കസ് മെച്ചപ്പെടുന്നതിലും മാനുഷിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും നിങ്ങൾ ഗൗരവമുള്ള ഒരു ആളാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഉത്തരം. നിങ്ങളുടെ മസ്തിഷ്ക പേശികളെ പരിശീലിപ്പിക്കാൻ 20 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ ധ്യാനം കഴിഞ്ഞ് കണ്ണു തുറന്ന ഉടനെ നിങ്ങൾ ആ ഒരു
പേശികളെ കൊണ്ട് ഏതെങ്കിലും ഒരു ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റിനായി ചാനലിലെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.